ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഞങ്ങളൊന്ന് ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ വീട് വരെ പോവുകയാണ്. എന്തിനാണെന്നല്ലേ, അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഞങ്ങൾ കയറിയ ട്യൂബിൽ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ അവരെ ജോയിൻ ചെയ്തു. അങ്ങനെ വീടെത്തി ഗൈസ്. ഇതാണ് ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ വീട്. എല്ലാവരും തിരക്ക് പിടിച്ച കുക്കിംഗ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണിതെന്ന്. അതെ ഗൈസ്, ഇത് ഓണസദ്യക്കുള്ള പ്രിപ്പറേഷൻ ആണ്. നാളെ തിരുവോണമല്ലേ, സോ സദ്യക്കുള്ള തയ്യാറെടുപ്പാണ്. ഓണത്തിനെ കുറിച്ച് 2 വാക്ക് പറയൂ. ഓണം നല്ല ഓണമാണ്. അങ്ങനെ പാടാം. കുറച്ചുപേരവിടെ തിരക്കിട്ട കുക്കിംഗ് ആണ്. ഞങ്ങളുടെ ടേൺ ആവാത്തത് കൊണ്ട് അല്ലു ബേബിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അല്ലു അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് സ്കിൽസ് ഒക്കെ കാണിച്ചു തന്നു. ഞങ്ങൾ ലണ്ടനിൽ വന്നിട്ടുള്ള 2ാമത്തെ ഓണമാണിത്. ഫസ്റ്റ് ഓണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. സോ ഞങ്ങൾ ഫ്രോസൺ സദ്യ വാങ്ങിച്ച് സെലിബ്രേറ്റ് ചെയ്യാണ് ചെയ്തത്. ഇത്തവണ ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ജോയിൻ ചെയ്ത് കറികളും എല്ലാം നമുക്ക് ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ച് അത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ വീഡിയോയും കാര്യങ്ങളും എടുത്ത് വെറുതെ നടക്കുന്ന കണ്ടപ്പോൾ രേഷ്മ എനിക്കും തന്നു ഒരു പണി. അങ്ങനെ ഞാനും പണിയെടുക്കാൻ തുടങ്ങി ഗൈസ്. അങ്ങനെ ഞങ്ങൾ നൈറ്റ് തന്നെ സദ്യക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി ഞങ്ങൾ കിടന്നു. അങ്ങനെ അടുത്ത ദിവസമായി എല്ലാവരും നേരത്തെ എഴുന്നേറ്റു. എല്ലാവരും തിരക്കിട്ട ഡിസ്കഷനിലാണ്. പൂക്കളം സെറ്റ് ചെയ്യണ്ടേ, പൂവ് എവിടെ നിന്ന് കിട്ടും? നാട്ടിലായിരുന്നെങ്കിൽ നമുക്ക് ഷോപ്പിൽ നിന്ന് സെറ്റ് ചെയ്യാമായിരുന്നു. ഞങ്ങളങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ആയിട്ട് നിന്ന് ഫ്ലവേഴ്സ് എല്ലാം പറിച്ചെടുത്തു. പക്ഷേ ഇത് കുറച്ച് ഫ്ലവേഴ്സ് മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ ഈ ഇലകളും കട്ട് ചെയ്യാൻ തുടങ്ങി ഗൈസ്. അപ്പോൾ ഞങ്ങൾ UK തെരുവുകളിലൂടെ ഫ്ലവർ ഹണ്ടിങ്ങിലാണ്. സുർജിയുള്ള വീട്ടിൽ കൂടെയൊക്കെ കയറി ഫ്ലവേഴ്സ് പറിക്കുന്നുണ്ട് ഗൈസ്. കഷ്ടപ്പെട്ട് അപ്പുറത്തെ വീട്ടിലെ പൂ പറിക്കുന്ന അച്ചു. കിട്ടുന്ന പൂവൊക്കെ ഇരിക്കട്ടെ എന്ന് കരുതി ഇച്ചായനാണെങ്കിൽ സ്കൂളിൻ്റെ ഫെൻസിലിരുന്ന് പൂവ് വരെ പറിച്ചെടുക്കുന്നു. അങ്ങനെ നമ്മൾ ഓണപ്പൂക്കളിടാൻ സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. കിട്ടിയ പൂക്കളും ഇലകളും വെച്ച് പറ്റിയ പോലെ ഞങ്ങൾ ഓണപ്പൂക്കളം സെറ്റാക്കി. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കുളിച്ച് ഫ്രഷായി. ഓണ ഡ്രസ്സൊക്കെ ഇട്ട് എല്ലാവരും ഇറങ്ങി. അങ്ങനെ റെഡിയായി കഴിയുന്നവർ വെച്ച് വീടിന് പുറത്തേക്ക് ഇറങ്ങി. അല്ലുക്കുട്ടി ക്ലാസ് കഴിഞ്ഞ് വന്ന് റെഡിയായി ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യാനായിട്ട് വന്നു. ഓണ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ഫോട്ടോസും വീഡിയോസും റീൽസ് എല്ലാം എടുക്കുന്നത് മാൻഡേറ്ററി ആണല്ലോ. അതുകൊണ്ട് നല്ല സ്പോട്ട് നോക്കി ഞങ്ങൾ നടന്ന് അവസാനം കണ്ടുപിടിച്ച്. ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തുകൊണ്ടിരുന്നപ്പോൾ അതിലൂടെ പോയ ആളുകളെല്ലാം വണ്ടറടിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഓണം എന്താണെന്നൊന്നും അറിയില്ലല്ലോ. ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്നു ഗൈസ്. വെൽക്കം ടു മൈ അങ്ങനെ ഓണസദ്യ കഴിക്കാനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങി. ഞങ്ങളെല്ലയൊക്കെ ഇട്ട് ഓരോരുത്തരായി ഓരോരോ കറികൾ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഉണ്ടോ? ആളവിടെ ഫസ്റ്റ്
എല്ലാം സെറ്റാക്കി കഴിക്കാനിരിക്കുകയാണ്. ഇവിടെ ആള് വിളമ്പുന്നുള്ള ആൾക്കാർ. ഓണസദ്യ കണ്ടു കഴിഞ്ഞപ്പോ എല്ലാവരുടെയും പവർ ഓണായി. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഈ സുന്ദരിയെ? ഈ സുന്ദരിക്ക് പൊട്ടുതൊടലാണ് ഫസ്റ്റ് ഗെയിം. ഓണസദ്യ കഴിച്ചു കഴിഞ്ഞ് പതിയെ ഗെയിംസിലോട്ട് കടന്നു. അങ്ങനെ ഞങ്ങൾ ഇൻഡോർ ഗെയിം എല്ലാം മതിയാക്കി ഔട്ട്ഡോർ ഗെയിമിലേക്ക് കടന്നു. നല്ല തണുത്ത വെള്ളമാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. ഇതിൽ ആര് വിജയിക്കും ആര് തോൽക്കുമെന്ന് ആർക്കും അറിയാൻ പറ്റില്ല. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ പല പല ഗെയിംസുകളായി ഞങ്ങളെല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തു. ആക്ച്വലി നാട്ടിൽ നിന്ന് മാറി നിന്നിട്ട് ശരിക്കും ഓണം ആഘോഷിക്കുന്നത് ഇപ്പോഴാണ്. ഗെയിംസ് മാത്രമല്ല, പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ലണ്ടൻ ഓണം ഇത്രയുള്ളൂ ഗൈസ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.